കൊച്ചി തീരത്തിനടുത്ത് അപകടത്തിൽപ്പെട്ട MSC എലിസ 3 കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിലേക്ക് പോകാം. കപ്പലിൽ തുടർന്നിരുന്ന 3 ക്രൂ അംഗങ്ങളെയും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി. കൂടുതൽ കണ്ടെയ്നറുകൾ പക്ഷേ കടലിൽ വീണതായി ഇന്ത്യൻ നേവി അറിയിച്ചിട്ടുണ്ട്. INS സുജാത കപ്പലിന് സമീപം നിലയുറപ്പിച്ച സ്ഥിതിഗതികൾ ഇപ്പോഴും നിരീക്ഷിക്കുന്നു. ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി VN വാസവൻ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. സഹിൻ ആന്റണി ഉണ്ട്. സഹിൻ, ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എങ്ങനെയാണ്? ഈ കപ്പൽ പൂർണ്ണമായും മുങ്ങി എന്നുറപ്പിക്കാമോ? അങ്ങനെ ഉറപ്പിക്കേണ്ടി വരും സേതു. അതായത് ഇന്ത്യൻ നാവികസേന അറിയിക്കുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ കപ്പൽ പൂർണ്ണമായും മുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് MSC എലിസ 3 എന്ന് പറയുന്ന കപ്പൽ അപകടത്തിൽപ്പെടുന്നത്. 1:25 കൂടിയായിരുന്നു അപകടം ഉണ്ടാകുന്നത്. കൊച്ചി തീരത്തു നിന്നും 38 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു അപകടം. അതായത് ഏറെക്കുറെ 70 കിലോമീറ്റർ ചുറ്റളവിൽ അപകടം സംഭവിച്ചിരിക്കുന്നു. കപ്പൽ 38 ഡിഗ്രി ചരിയുകയായിരുന്നു. അപ്പോൾ തന്നെ 9 കണ്ടെയ്നറുകൾ ആ കപ്പലിൽ നിന്നും കടലിലേക്ക് പതിക്കുകയും ചെയ്തു. പിന്നീട് ആ കപ്പലിനെ നേരെയാക്കാനുള്ള ഒരു നീക്കമായിരുന്നു ഇന്ത്യൻ നാവികസേനയും ഒപ്പം തന്നെ തീരസംരക്ഷണ സേനയും നടത്തിയിരുന്നത്. കൂടാതെ MSC എൽസയുടെ കമ്പനിയിൽ നിന്നും മറ്റു കപ്പലുകളും അവിടെ എത്തിയിരുന്നു. ആ നീക്കം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി കപ്പൽ കൂടുതൽ ചരിയുകയും കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ ആ കപ്പലിലുണ്ടായിരുന്ന 24 ജീവനക്കാരിൽ 21 പേരെ ഇന്നലെ തന്നെ മാറ്റിയിരുന്നു. 3 ജീവനക്കാർ അവശേഷിച്ചിരുന്നു. ക്യാപ്റ്റൻ, എഞ്ചിനീയർ അടക്കമുള്ള 3 ജീവനക്കാർ ആ കപ്പലിലുണ്ടായിരുന്നു. കപ്പൽ നേരെയാക്കാനുള്ള നീക്കമായിരുന്നു അവർ നടത്തിയിരുന്നത്. പക്ഷേ കപ്പൽ അപകടത്തിലേക്ക് പോകുന്നുവെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി ഇന്ത്യൻ നാവികസേന ഇടപെടുകയും ക്യാപ്റ്റൻ അടക്കമുള്ള 3 പേരെ ഉടൻ തന്നെ INS സുജാത എന്ന് പറയുന്ന നാവികസേനയുടെ കപ്പലിലേക്ക് മാറ്റുകയുമാണ് ചെയ്തത്. ഇന്ത്യൻ നാവികസേനയുടെ കപ്പലായിട്ടുള്ള INS സുജാത സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് വേണ്ടി ഈ കപ്പലിന് MSC എൽസയ്ക്ക് തൊട്ട് സമീപം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ കപ്പൽ പൂർണ്ണമായും മുങ്ങിയിരിക്കുന്നു. 490ഓളം കണ്ടെയ്നറുകളായിരുന്നു ആ കപ്പലിലുണ്ടായിരുന്നത്. കണ്ടെയ്നറുകൾ തീരത്തടുക്കുകയാണെങ്കിൽ ജനങ്ങൾ 112 എന്ന നമ്പറിൽ തീർച്ചയായും പോലീസുകാരെ വിളിച്ചറിയിക്കേണ്ടതാണ്. അല്ലെങ്കിൽ 112 എന്ന നമ്പറിൽ അറിയിക്കേണ്ടതാണ്. ആരും ആ കൗതുകം കൊണ്ടോ അല്ലെങ്കിൽ മറ്റാഗ്രഹങ്ങൾ കൊണ്ടോ ഈ കണ്ടെയ്നറിന് അടുത്തേക്കോ ആ പരിസരത്തേക്കോ ചെല്ലരുത്. അത് വലിയ അപകടമുണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് നാവികസേന നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കൊച്ചിയുടെയും ആലപ്പുഴയുടെയും തീരങ്ങളിലേക്ക് ഈ കണ്ടെയ്നറുകൾ വരാനുള്ള സാധ്യതയാണ് ഏറെക്കുറെ ഉള്ളത്. അല്ലെങ്കിൽ കൊല്ലത്തിൻ്റെയോ തിരുവനന്തപുരത്തിൻ്റെയോ തീരങ്ങളിലേക്ക് ഈ കണ്ടെയ്നറുകൾ എത്തും. അതുമല്ലെങ്കിൽ വിദൂരമായി മറ്റ് ഇടങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത നന്നേ കുറവാണ്. എന്തായാലും കൊച്ചിയുടെയും ആലപ്പുഴയുടെയും തീരങ്ങളിലേക്ക് ഇന്ന് ഉച്ചയോടുകൂടി കണ്ടെയ്നറുകൾ എത്തുമെന്നുള്ളൊരു അറിയിപ്പാണ് ഇന്ത്യൻ നാവികസേനയിൽ നിന്നും ലഭിക്കുന്നത്. കപ്പൽ പൂർണ്ണമായും മുങ്ങിയിരിക്കുന്നു. ഈ കണ്ടെയ്നറുകൾ ഇവിടെ നിന്നും നീക്കം ചെയ്ത് സുരക്ഷിതമായി മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികളെ കുറിച്ചാണ് ഇപ്പോൾ ഇന്ത്യൻ നാവികസേനയും തീരസംരക്ഷണ സേനയും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സേതു, സഹിനി, കോസ്റ്റ് ഗാർഡും അതുപോലെ നേവിയും ഒന്നും കൂടുതൽ വിവരങ്ങളൊന്നും പറയുന്നില്ല. എങ്കിലും നിലവിൽ വരുന്ന സൂചനകളും വിവരങ്ങളും പ്രതികരണങ്ങളും വാർത്താക്കുറിപ്പുകളും ഒക്കെ അനുസരിച്ച് ഈ അപകടത്തിനുള്ള കാരണം അത് ഈ അമിത ഭാരം കയറ്റിയതാണോ? അങ്ങനെ അനുമാനിക്കാമോ? തീർച്ചയായിട്ടും ഈ ഘട്ടത്തിൽ അങ്ങനെ തന്നെയാണ് അനുമാനിക്കേണ്ടത്. കാരണം ഇതിൽ അതായത് ക്യാപ്റ്റൻ അടക്കമുള്ളവരുടെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഇങ്ങനെ കപ്പലുകളിൽ കണ്ടെയ്നറുകൾ കൊണ്ടുപോകുമ്പോൾ അത് സുരക്ഷിതമായിരിക്കണം. പ്രത്യേകിച്ചും നമ്മുടെ കടൽ അത് പ്രക്ഷുബ്ധമാണ്. കടൽ ആടി ഉലയുകയാണ്. ഈ സമയത്ത് സ്വാഭാവികമായും കപ്പൽ ഇളക്കം തട്ടാൻ സാധ്യതയുണ്ട്. കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്ന ബാരലുകൾ, ആ ബാരലുകൾ ഈ കണ്ടെയ്നറിനുള്ളിൽ തന്നെ സ്വയം മറിഞ്ഞിട്ടുണ്ടാകാമെന്നുള്ളൊരു വിലയിരുത്തലാണ് ഇവരുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബാരലുകൾ കൃത്യമായി കെട്ടിയിട്ടുണ്ടാകില്ല. അങ്ങനെയായിരിക്കാം അപകടത്തിലേക്ക് ഇത് പോയത് എന്നുള്ളൊരു വിലയിരുത്തലിൽ വിദഗ്ധർ പറയുന്നുണ്ട്. എന്തായാലും ഈ കണ്ടെയ്നർ സുരക്ഷിതമായി ഇനി മാറ്റുക, നീക്കം ചെയ്യുക എന്ന ലക്ഷ്യമാണ് ഇനി നാവികസേനയുടെ മുന്നിലുള്ളത്. എന്തായാലും കണ്ടെയ്നറിൻ്റെ അകത്തുള്ള ബാരലുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകില്ല എന്നൊരു പ്രതീക്ഷയിലാണ് ഇവർ മുന്നോട്ട് പോകുന്നതും. സേതു.